മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ആ തീരുമാനം കൂടി ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്നു. ഇത്ര ദിവസവും കാത്തിരുന്നത്, ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തിന് ശേഷവും കോൺഗ്രസ് നേതൃത്വം കാത്തിരുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്താകുമെന്ന് അറിയാനാണ്. ആ ആനുകൂല്യം കൂടി കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുന്നു. ആ ആനുകൂല്യവും അവസാനിക്കുന്നു. കോൺഗ്രസിന്റെ പുറത്തേക്ക് രാഹുലിന് വഴി തുറക്കുകയാണ്. നാണം കെട്ടി പുറത്തേക്ക് പോകേണ്ടി വരികയാണ്. ഒപ്പം കേസിന്റെ കാര്യത്തിൽ, അന്വേഷണത്തിന്റെ കാര്യത്തിൽ അറസ്റ്റ് പോലും തടയുന്നില്ല. ഇനി കീഴടങ്ങലാണോ, പോലീസ് ഓടിച്ചിട്ട് പിടിക്കലാണോ എന്നാണ് കണ്ടറിയേണ്ടത്. സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സലീമിലേക്ക് എത്താം. ഏതായാലും ഷഫീദ് റാവുത്തർ തുടരുക. ഷഫീദ്, അറസ്റ്റും തടയുന്നില്ല, മുൻകൂർ ജാമ്യമില്ല, വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. ഇത്രയേറെ തെളിവുകൾ, ചാറ്റുകളടക്കം ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയ ശേഷവും ഇങ്ങനെ ഒരു വിധി ഒരുപക്ഷെ പ്രതിഭാഗവും രാഹുലും പ്രതീക്ഷിച്ചതല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിടുന്നത്. മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നിർണായകമായ തീരുമാനമെടുക്കുന്നു. രാഹുൽ കോൺഗ്രസിന് പുറത്ത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നേരത്തെ സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ പാർട്ടി പുറത്ത് തള്ളിയിരിക്കുന്നു. മുമ്പ് തന്നെ മുതിർന്ന നേതാക്കളടക്കം വലിയ വികാരമുണ്ടായിരുന്നു. രാഹുലിനെതിരെ കടുത്ത നടപടി വേണം, അടുത്ത നടപടി വേണമെന്ന നിലപാടുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും രാഹുലിനോട് അനുകമ്പയുള്ള, രാഹുലിനോട് അടുപ്പമുള്ള ചില നേതാക്കൾ അവരാണ് നിലപാടെടുത്തത്. ഇനി ഈ ജാമ്യാപേക്ഷയിലെ തീരുമാനം വരെ കാത്തിരിക്കാമെന്ന്, ആ കാത്തിരിപ്പിനും അവസാനമായിരിക്കുന്നു.